BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസം മാത്രം ബാക്കി നിൽക്കെ CPM-ൽ അടിമുടി അഴിച്ചുപണി ആവശ്യമുണ്ടെന്നാണ് 88% M5 പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത്. ഈ ഭരണത്തിൽ അപാകതകൾ ഉണ്ടെന്നും ആളുകൾ തൃപ്തരല്ല എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. എക്സിറ്റ് പോൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ തന്നെ LDF-ന് 65 സീറ്റുകൾ ലഭിക്കുമെന്ന വിവരങ്ങളാണ് വന്നത്. ഇത് CPM-ന്റെ അധികാര പ്രതീക്ഷയ്ക്ക് തന്നെ കോട്ടം വരുത്തുന്ന ഒന്നാണ്. പല ഘടകങ്ങളാണ് നിലവിലെ LDF പതനത്തിന് കാരണമായി കൊണ്ടിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം മുതൽ മുതിർന്ന നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്, അഴിമതി ആരോപണം വരെ ഇതിനൊരു പരിധിയിൽ കവിഞ്ഞ് ബാധിച്ചിട്ടുള്ളവയാണ്. ശബരിമല വിഷയവും ഇതിൽ നിർണായക ഘടകമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് പല സീറ്റുകൾ നഷ്ടപ്പെടുന്നതിന് ഇത് കാരണമായിരുന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റ് മുന്നണികൾക്ക് മികച്ച പ്രചാരണ ആയുധമായി തീർന്നിരുന്നു. കൂടാതെ ഘടകകക്ഷികളിൽ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തതും വിനയായി മാറിയതായി വിലയിരുത്തലുകൾ വന്നതും ഈ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നതാണ് കണക്കുകളിൽ തെളിഞ്ഞത്. ഇനി എക്സിറ്റ് പോൾ ഒരു തട്ടിപ്പല്ലേ എന്നതിന് കഴിഞ്ഞ ദിവസം ലഭിച്ച റെസ്പോൺസ് പരിശോധിക്കുകയാണെങ്കിൽ ചോദ്യത്തെ അനുകൂലിച്ചാണ് ഭൂരിഭാഗം ആളുകളും റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ പുറത്തു വന്ന 8 പ്രധാന എക്സിറ്റ് പോളുകളും UDF-ന് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് പ്രവചിച്ചത്. കൂടുതൽ പോളുകളിലും LDF-ന് 60-ലധികം സീറ്റുകൾ ലഭിക്കുമെന്നുമുണ്ട്. PMARC സർവേ അനുസരിച്ച് UDF-ന് കേരളത്തിൽ 71 മുതൽ 79 വരെ സീറ്റ് ലഭിക്കുമെന്നാണ് ഉള്ളത്. LDF-ന് 62 മുതൽ 69 വരെ നേടുമെന്നും NDA-ക്ക് 1 മുതൽ 4 വരെ സാധ്യത കാണിക്കുന്നുണ്ട്. മാസിസ് സർവേ അനുസരിച്ച് UDF-ന് 70 മുതൽ 75 സീറ്റുകളുണ്ട്. LDF-ന് 60 മുതൽ 65 സീറ്റും. ഇനി ആസിസ് മൈ ഇന്ത്യയുടേത് പരിശോധിക്കുമ്പോൾ 78 മുതൽ 90 വരെ UDF-ന് സീറ്റ് കിട്ടുന്നത്. LDF-നാണെങ്കിൽ 49 മുതൽ 62 വരെ സീറ്റിൽ ഒതുങ്ങുമെന്നും NDA-ക്ക് 0 മുതൽ 3 വരെ നേടുമെന്നുമാണ് പ്രവചിച്ചത്. എന്നാൽ എക്സിറ്റ് പോൾ പ്രവചനം ശരിയല്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ മറ്റു ഇടത് അനുകൂലികൾ പറയുന്നത്. മുൻകാലങ്ങളിൽ പല എക്സിറ്റ് പോളുകളും തെറ്റിയിട്ടുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തിയിരുന്നു. പുറത്തു വന്ന വിവിധ എക്സിറ്റ് പോളുകൾ സർവേകളെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇടതുപക്ഷത്തെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള ജനങ്ങളുടെ പരസ്യ പ്രഖ്യാപനമാണ് കാണാൻ സാധിക്കുന്നതെന്നും എക്സിറ്റ് പോളുകൾ നൽകുന്ന സീറ്റ് നിലയിലെ സംബന്ധിച്ച് പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ടെന്നും 69 അല്ലെങ്കിൽ 70 സീറ്റ് വരെ നൽകുന്ന റിപ്പോർട്ടുകൾ യഥാർത്ഥത്തിൽ LDF ജയിക്കുമെന്ന് നേരിട്ട് പറയാൻ മടിക്കുന്നവർ രഹസ്യമായി നൽകുന്ന സൂചനയാണ്. വെറും 5-8 സീറ്റുകളുടെ വ്യത്യാസം വന്നാൽ പോലും കേരളത്തിൽ ഇടതുപക്ഷം വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും നിലവിലെ പല അവകാശവാദങ്ങളും വോട്ടെണ്ണൽ കഴിയുന്നതോടെ അപ്രസക്തമാകുമെന്നെല്ലാമാണ് MV ഗോവിന്ദൻ പ്രതികരിച്ചത്. ജനങ്ങൾ LDF-ന് അനുകൂലമായി വിധി എഴുതി കഴിഞ്ഞു എന്നും മെയ് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഈ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം എല്ലാവർക്കും ബോധ്യപ്പെടുമെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. ഇനി അഴിച്ചുപണി നടക്കുമോ, എക്സിറ്റ് പോൾ ഫലം യഥാർത്ഥമാകുമോ എന്നതാണ് അറിയേണ്ടത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.